വളരെ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഏർണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ അതെങ്ങനെ മാനേജ് ചെയ്യുന്നത്? ഞങ്ങൾ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും. സ്ക്രിപ്റ്റ് സെലക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ മണി മാനേജ്മെന്റ് ആയാലും എല്ലാം ഞങ്ങൾ തന്നെയാണ്. അതിൽ ഫാമിലിയോ മറ്റുള്ള മാനേജേഴ്സോ അതിന്റെ വഴിക്ക് പോകും. ഇങ്ങനെ മറ്റെന്താ പറയാ, സ്പോയിൽഡ് ആയി പോണ ഇതൊന്നുമില്ല, നമുക്ക് കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എന്താടാ ഇതിങ്ങനെ ടു ടിപ്സ്, അതായത് ഹൗ ടു ഇംപ്രസ് എ ഗേൾ, 2 ടിപ്സ് അക്കോർഡിംഗ് ടു യു. ഞാൻ പറഞ്ഞില്ലേ തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ബാക്ക്വേർഡ് ആണെന്ന്. അപ്പോൾ പക്ഷെ എന്നാലും ആലോചിക്കുക, ഞാനിപ്പോൾ ഒരു സിനിമ സീനായിട്ട് വേണമെങ്കിൽ പറഞ്ഞത്, അതായത് ഇപ്പം വളരെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി മുന്നിലൂടെ പോകണു, ആളെ ഇംപ്രസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെസ്ലിന്റെ ഒരു മൂവ് എന്തായിരിക്കും? അധികം ഇംപ്രസ് ചെയ്യാൻ ഇംപ്രസ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അത് കയ്യിൽ നിന്ന് പോവുക. ആക്ച്വലി നമ്മളെങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്, അതായിരിക്കും നാച്ചുറൽ. മാത്യുവിനുണ്ടോ എന്തെങ്കിലും അങ്ങനെ ഒരു? ഇല്ലല്ല. എന്നാ നീ മാത്യു എടുത്ത എല്ലാം സ്കിപ്പ് അടിച്ച് പോവാണ് പെട്ടെന്ന് കേട്ടോ. ഓഡിയൻസിനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ ചെയ്ത കാര്യം. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ സിറ്റുവേഷൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. നമുക്ക് ആരാധകർ നല്ല പ്രേക്ഷകരുണ്ടായിരിക്കും. അപ്പം ഒബ്വിയസ്ലി അവർ ഇഷ്ടപ്പെടണല്ലോ നമ്മളെ, നമ്മുടെ വർക്ക് മാത്രമല്ല അവരും കൂടി ഇഷ്ടപ്പെടണം. അതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ പുറത്ത് പോകുമ്പോഴാവട്ടെ അല്ലെങ്കിൽ ഇപ്പൊ ഇന്റർവ്യൂസിലാവട്ടെ ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇംപ്രസ് എന്നല്ല ഞാൻ പറഞ്ഞ, ഇപ്പൊ ആധികാരികമായിട്ട് പറയരുത് കേട്ടോ. അല്ല, ഞാൻ പ്രത്യേകിച്ച് അതിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എങ്ങനെയാണോ ഞാൻ അതേപോലെ തന്നെ എന്തോ ഇഷ്ടമാണ്. ഞാൻ നല്ല നല്ല പടമൊക്കെ ചെയ്യും അല്ലെ, നല്ല നല്ല സിനിമയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടും. നല്ല സിനിമകൾ ചെയ്യുന്നു, എല്ലാം നല്ലതാവണമെന്നില്ല. സിനിമകൾ ചെയ്യുന്നു, പിന്നെ ആരെയും വെറുപ്പിക്കാണ്ടിരിക്കാൻ നോക്കാറുണ്ട്. ഇപ്പൊ ഈവൻസ് ചിലപ്പോ എന്തെങ്കിലും ദേഷ്യം വന്നാൽ പോലെ അത് പ്രകടിപ്പിക്കില്ല. അങ്ങനെ ഇപ്പൊ എനിക്കൊരാളെന്തെങ്കിലും പറയണമെന്ന് തോന്നി ഞാൻ പറയാറില്ല. ഞാൻ വെറുതെ അങ്ങനത്തെ പരിപാടികളൊന്നും പിടിക്കാറില്ല. ഓക്കേ, ഇനി അടുത്തത് വായിച്ചോളൂ. പ്രായത്തിൽ മൂത്ത ഒരാളോട് പ്രണയം തോന്നിയിട്ടുണ്ടോ? ഇവര് പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പ്രണയം എന്നുള്ള വശം തന്നെ അധികം ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അത് അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ പറയാത്തായിരിക്കാം, എന്നാലും കൂടിയിട്ട് പറയൂ. പ്രായത്തിൽ മൂത്ത ഒരാളോട് പ്രണയം തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? തോന്നിയിട്ടുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ നിർത്തരുത്. ആരാണെന്നൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ ഒരു ഫീൽ എന്താണ്? അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദി അല്ലേ, ഞാനൊരു പടം ചെയ്തായിരുന്നു കണ്ടില്ലേ? അപ്പോ അത് എന്താ സ്വാഭാവികമായിട്ട് വന്നു തോന്നില്ലേ. ഓക്കെ, ഇനി അടുത്തത് മാത്യു. മലയാളം വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ വായിക്കണോ? ഇംഗ്ലീഷും ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഇടയ്ക്ക്. അടുത്തിരിക്കുന്ന ആളോട് അടുത്തിരിക്കുന്ന ആളോട് ഒറ്റ ചോദ്യം. ആവശ്യമില്ലാത്തത് ചോദിക്കില്ല. എനിക്കോട് ചോദിക്കാനൊന്നും ഇല്ല, ഞാൻ അല്ലാണ്ടെല്ലാം ചോദിക്കാറൊക്കെ. ഒറ്റ ചോദ്യം നമുക്ക് എന്താണെങ്കിലും ഉത്തരം പറയണം കേട്ടോ. ഉത്തരം പറയാൻ ചോദ്യം. ചീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. സമയത്ത് 7:32 ഒരു ചോദ്യം നൈസ് മൂവ് ആണ്. എനിവേസ് അടുത്ത് വായിച്ചോളൂ, ലാസ്റ്റ് ആണ് അല്ലേ. അടുത്തിരിക്കുന്ന ആളുടെ ബിഗ്ഗസ്റ്റ് ഫിയർ. മാത്യുവിന്റെ ഒരു വലിയ പേടി എന്താണ്? വേറെ വല്ലതും പറഞ്ഞോളൂ. ഇവന് പേടിയുള്ള കാര്യം പേടിയൊന്നുമില്ലെന്ന്. ഇവന് ആരെയും പേടിക്കാത്ത ഒരാളാണ്. ഇവന് വെള്ളം പേടിയായിരുന്നു. വെള്ളം പേടിയാണ്. അത് പക്ഷെ ഫസ്റ്റ് പടത്തിൽ തന്നെ അത് മാറ്റിയില്ല. എപ്പോഴും ഇങ്ങനെ നീന്താനൊക്കെ കുറച്ചറിയത്തുള്ളൂ, പഠിക്കുന്നു കാര്യങ്ങൾ. കഴിഞ്ഞില്ലേ? ആസ്ക് എ ക്വസ്റ്റ്യൻ ടു യുവർ ഫസ്റ്റ് മൂവി ഡയറക്ടർ. ആദ്യത്തെ മൂവി ഡയറക്ടർ. ഓ, മധു വിളിക്കാനോ? എനിക്ക് മധുവേട്ടനൊന്നും ചോദിക്കാനില്ല. കാരണം അതിനെ വെച്ച് മധുവേട്ടൻ്റെ അടുത്തൊക്കെ ചോദിക്കാൻ മാത്രമൊന്നും ആയിട്ടൊന്നുമില്ലേ. അല്ല, എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്. ഞാൻ ഷൂട്ടിന്റെ സമയത്തായാലും അവരുടെ അടുത്ത് അധികം ചോദിച്ചിട്ടൊന്നുമില്ല. കാരണം വെറുതെ എന്തിനാ ചോദിക്കാം, അവരെന്നെ സെലക്ട് ചെയ്തതിൽ തന്നെ ഞാൻ വളരെ ഇപ്പോഴും എനിക്ക്
എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എന്നെ സെലക്ട് ചെയ്തത്. അതൊരു ചോദ്യമല്ലേ? അതൊരു ചോദ്യമാണ്, പക്ഷെ അല്ല അത് ചോദിക്കുന്നില്ല. ചോദിക്കണില്ല കാരണം അന്ന് ഒട്ടും ചോദിക്കാൻ പറ്റില്ലല്ലോ. അല്ല ഇപ്പോഴും ഞാൻ ചോദിക്കില്ല, കാരണം എനിക്കെന്തോ പക്ഷെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. ഇപ്പോഴും കുമ്പളങ്ങി എന്നൊരു സിനിമയുടെ ഭാഗം പറ്റിയതിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഹാപ്പിനെസ്സും അത് വേറൊരു ഫീലിംഗ്. ഇപ്പം നിങ്ങളുടെ എന്താ പറയാ തണ്ണീർമത്തൻ രണ്ടുപേരും കൂടിയും അതേപോലെ തന്നെ കുമ്പളങ്ങി രണ്ടുപേരുടെയും ആദ്യത്തെ പടങ്ങൾ ഇതാണല്ലോ. സോ പൊതുവെ പറയാറുണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന സിനിമ അല്ലെങ്കിൽ അതിലുള്ള ക്രൂ നമ്മുടെ ഭാവിയിൽ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളൊരു കാര്യം പറയാറുണ്ട്. എപ്പോഴും ശരിയാവണമെന്നില്ല, പക്ഷേ ഈ ഒരു 2 ഹിറ്റ് പടങ്ങൾ അഭിനയിച്ചതാണോ നിങ്ങളുടെ കരിയർ ഈ ഒരു ഗ്രാഫിൽ ഇപ്പോൾ നിൽക്കുന്നതിന്റെ പ്രധാന കാരണം? ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. കഴിഞ്ഞു, ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി നെയ്മറിന് പറയാവുന്നത് അല്ല അപ്പൊ പറഞ്ഞേ പറ്റുള്ളൂ. ഇല്ലില്ല, ഇതെങ്കിലും എന്താ നിങ്ങൾ പറയൂ. അല്ല അത്രയും നല്ലൊരു സിനിമ തന്നെ ഫസ്റ്റ് ലോഞ്ച് ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് നല്ല ആൾക്കാരാണ്, കാരണം നമ്മുടെ ബേസ് അവിടെ സെറ്റായി. അപ്പൊ എനിക്കിപ്പോ കുമ്പളങ്ങി ആയാലും പിന്നെ തണ്ണീർമത്തൻ, എനിക്കും തണ്ണീർമത്തൻ തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കുമ്പളങ്ങി മാത്രമല്ല. അപ്പൊ അവര് പഠിപ്പിച്ച തന്ന കാര്യങ്ങളാണ് നമ്മുടെ ബേസ്. അപ്പൊ ബേസ് വളരെ സ്ട്രോങ് ആയതിന്റെ ഭയങ്കര ഗുണങ്ങളുണ്ട്. ഓക്കെ ഓക്കെ, എനിക്കൊരു ചോദ്യം കൂടി ചോദിക്കണം, അതുകൂടി ചോദിച്ചാൽ നിർത്തുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും കൊണ്ടല്ല, അതായത് സിനിമയിൽ വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ ഇയാൾ വലിയ ആളായി പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ബാക്ക് വിച്ചിങ് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും പുറത്തുനിന്ന്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇത് പറയുകയാണെങ്കിൽ ലിസ്റ്റിൻസ് ഇപ്പം പറഞ്ഞ കാര്യമാണ്, പൃഥ്വിരാജിനെ മറ്റേ നാട്ടിലെ വടംവലി മത്സരത്തിന് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അവരുടെ നാട്ടുകാർ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം. അപ്പോൾ അതേപോലെ നിങ്ങളുടെ ഏതെങ്കിലും ആൾക്കാർ ഇങ്ങനെ ഓക്കെ നിങ്ങൾ എന്തെങ്കിലും വിളിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കും, അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ അവനിപ്പോൾ വലിയ ആളായതുകൊണ്ടാണ്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ള ലൈഫിൽ? ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല, പക്ഷെ ഉറപ്പായിട്ടും ഉണ്ടായിട്ടൊക്കെ ഉണ്ടാവും, ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഒബ്വിയസ്ലി നമ്മൾ കേൾക്കുന്നുണ്ടാവില്ലല്ലോ അല്ലെ. ഇപ്പൊ ഞാൻ ജോൻജോ കണ്ട സമയത്തും അതായത് എനിക്ക് ഒബ്വിയസ്ലി മാത്യുവിനെ എനിക്ക് ഇഷ്ടമാണ്, അതേപോലെ എനിക്ക് ഇദ്ദേഹത്തിന്റെ അതിലൊരു പെർഫോമൻസ് ഭയങ്കരമായിട്ട് മറക്കാൻ പറ്റില്ല. കാരണം നമുക്കൊരു ചെറിയ ക്രഷൊക്കെ തോന്നുന്നത് പോലെ നിഖിലയുടെ അടുത്തുള്ള ആ ഒരു പ്രണയമൊക്കെ കാണിക്കുമ്പോൾ അത്രയും നാൾ നമ്മൾ ഇയാളെ കാണുന്നത് എങ്ങനെയെ കുറിച്ച് തമാശയൊക്കെ പറഞ്ഞിട്ടാണ്. അതിനുശേഷം ജോൻജോയ്ക്ക് ശേഷം ഓഡിയൻസിന്റെ അടുത്തുനിന്ന് നെസ്ലിനുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ് ആ ഒരു ചെറിയൊരു റൊമാൻസ് സീക്വൻസിനൊക്കെ ശേഷം? തീർച്ചയായിട്ടും ഓഡിയൻസ് അത് കൂടുതൽ ആരാധകർ കൂടിയോ ഇപ്പോ ഈ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഇദ്ദേഹത്തിന്റെ ഈ വല്ലാത്ത പ്രണയമൊക്കെ കണ്ടിട്ട്? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഭയങ്കര ചെറിയ ചെറിയ നോട്ടങ്ങളിലൂടെയൊക്കെ ആണല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്, സന്തോഷം. അത് ജോൻജോയ്ക്ക് ശേഷം അങ്ങനെ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് തന്നെ തേടി വന്നു തുടങ്ങി. അതാണ് എനിക്ക് ഒരു മാറ്റം സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നത്. അതെ, പറയാനായിട്ടുള്ളത് അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് തന്നെ എൻ്റെ അടുത്ത് വന്നു തുടങ്ങി, അല്ലെങ്കിൽ റൊമാൻറ്റിക് ട്രാക്കുള്ള ക്യാരക്ടേഴ്സ് വന്നു തുടങ്ങി. ഓക്കെ ഓക്കെ, ഞാൻ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് ഒരു കമന്റ് വന്നതാണ്, അതായത് എന്തൊരു ചോദ്യം ചോദിച്ചു, അത്ര നല്ല ചോദ്യമല്ല ചോദിച്ചു, അപ്പം നൈസായിട്ട് ബുദ്ധിപരമായിട്ട് ഒരാളെ ഒഴിവാക്കിയപ്പം താഴെ വന്ന കമന്റ് ആണ് ബുദ്ധിയാണ് സാർ ഇവന്റെ മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ ഞാൻ വെറുതെ ചോദിക്കുകയാണ്, ബുദ്ധിപരമായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ മറ്റു കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളത് കൂടുതൽ ഇഗ്നോർ ചെയ്യാനുള്ളതാണ്. സോഷ്യൽ മീഡിയയിലാണ് ഇഗ്നോർ ചെയ്യാന്നുള്ളതാണ്. റിയാക്ട് ചെയ്തിട്ട് നിങ്ങൾ തിങ്ക് നന്നായിട്ട് ചിന്തിച്ചിട്ട് ആണോ എല്ലാം അടുത്തൊരു സ്റ്റെപ്പ് വെക്കുന്നത്? ഉറപ്പായിട്ടും ഇത് ക്വസ്റ്റ്യൻസിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്, കാരണം നമ്മൾ ചോദ്യം ചോദിച്ചിട്ടാണല്ലോ വീഴ്ത്തുന്നത്. എന്തെങ്കിലുമൊക്കെ വായന കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിടിച്ച് കയറുവാണ്. അപ്പോൾ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ടാണോ നിങ്ങളുടെ നീക്കം എങ്ങനെയാണ്? ചോദ്യത്തിന് അപ്പുള്ള മറുപടി എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആയിട്ടാണ്, അപ്പൊ തോന്നുന്നതാണ് പറയുന്നത്. നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങളിൽ കൂടുതൽ ഇടപെട്ട് പറയാണ്ടിരിക്കുക, സൈലന്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്.